2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി നടക്കാനിരുന്ന സെറ്റ് പരീക്ഷ മാറ്റിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ചോദ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത്. ഒന്ന്, 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി നടക്കാനിരുന്ന സെറ്റ് പരീക്ഷ ഇനി എന്ന് നടക്കും. അതുപോലെ തന്നെ 2027 ജനുവരിയിൽ നടക്കേണ്ട സെറ്റ് പരീക്ഷ എന്ന് നടക്കും. ഈ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് 2-ാം തീയതി നടക്കാനിരുന്ന സെറ്റ് എക്സാം മാറ്റിവെച്ചത്. കാരണം കാലവർഷക്കെടുതിയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിലവിൽ ആ കെടുതിയിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും അതുപോലെ തന്നെ മലബാർ, കാസർഗോഡിന്റെ തൃക്കരിപ്പൂർ മേഖലയെല്ലാം തന്നെ ഇപ്പോഴും അതിന്റെ ദുരന്ത ഫലങ്ങൾ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട അടക്കമുള്ള പ്രദേശങ്ങൾ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഒരു ഡേറ്റ് നിലവിൽ നമുക്ക് പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 16-ന് പരീക്ഷ നടക്കും എന്നൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. 4-ാം തീയതി മാറ്റിയപ്പോൾ നമുക്കിപ്പോൾ ഓഗസ്റ്റ് മാസം 16-ന് നടക്കാനുള്ള സാധ്യത തന്നെ വിരളമാണ്. കാരണം എക്സാം നടക്കുന്നതിന് മിനിമം ഒരു 10 ദിവസമെങ്കിലും മുന്നെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ മാറ്റി വെക്കപ്പെട്ട സാഹചര്യത്തിൽ LBS അറിയിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ. അപ്പം ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 6-ാം തീയതി ആകുമ്പോൾ നമുക്ക് അറിയിച്ചാലേ ഉള്ളൂ. 16-ാം തീയതി ആകുമ്പോൾ പരീക്ഷ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് നടക്കേണ്ടത് എന്നാണ്. നമുക്ക് അടുത്ത പരീക്ഷ നടക്കേണ്ടത് ജനുവരി മാസമാണ്. ജനുവരി 2027 ജനുവരി മാസം നോട്ടിഫിക്കേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ ഡിസംബറിൽ വന്നിട്ട് ജനുവരി അവസാനമോ ഫെബ്രുവരി പകുതിയോട് കൂടിയോ ആണ് അടുത്ത സെറ്റ് എക്സാം സാധാരണഗതിയിൽ നടക്കാറുള്ളത്. മാർച്ചിൽ റിസൾട്ട് വരും. ഇപ്പോൾ നമ്മൾ സാഹചര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഒരു കാലവർഷക്കെടുതി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുടെ കാലഘട്ടമല്ല. അങ്ങനെയാണെങ്കിൽ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് എക്സാം നടത്തപ്പെടാതിരിക്കുകയും അതുപോലെ തന്നെ ഇത് അന്യായമായിട്ട് ഡിലേ ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയത്തും ഈ കാലവർഷക്കെടുതി 2018-ലും ഓഗസ്റ്റ് മാസമാണ് കാലവർഷക്കെടുതി ഉണ്ടായിരുന്നത്. ആ സമയത്തും പരീക്ഷ മാറ്റിവെച്ചതെല്ലാം തന്നെ വളരെ നിസാര ഒരു ടൈമിനുള്ളിൽ തന്നെയാണ് നടത്തപ്പെട്ടത്. പക്ഷെ അതിനുശേഷം 2019 ജനുവരിയിൽ നടന്ന സെറ്റിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനായിട്ടുള്ളത് 2027 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം തന്നെ സെറ്റ് എക്സാം നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ മുമ്പോട്ട് നോക്കി കാണേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതിനുശേഷം 2027 പകുതിയോടുകൂടിയും അവസാനത്തോടുകൂടിയും എല്ലാം തന്നെ സെറ്റ് ലെവലിലുള്ള നോട്ടിഫിക്കേഷനുകൾ വരാൻ സാധ്യതയുണ്ട്. അത് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ നിലവിൽ വന്ന HSST-യുടെ ഷോർട്ട് ലിസ്റ്റുകൾ പലതും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ ചെറുത് അടുത്ത വർഷം ആദ്യത്തോടു കൂടി തന്നെ വരുന്ന വേക്കൻസിയിലേക്ക് നിയമന ഉത്തരവ് നൽകി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെ പകുതിയിലധികം ആൾക്കാർക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും PSC-യുടെ നടപടി എന്ന് പറയുന്നത് തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ 2027 ഓഗസ്റ്റോട് കൂടി തന്നെ അല്ലെങ്കിൽ നമുക്ക് ഡിസംബറോട് കൂടി തന്നെ മറ്റ് നോട്ടിഫിക്കേഷനുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.